ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഇത് കാണിച്ചു തന്നതിന് വളരെ നന്ദി. കൂടെ നമസ്കാരം, രാജീവ് പുലവരാണ്. ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് കേട്ടോ. അല്പം തോൽപ്പാമക്കൂത്തിന്റെ തിരക്കൊക്കെ ആയിരുന്നു. ഉത്സവകാലത്തുള്ള സീസൺ തിരക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഏകദേശം ഒരു 1.5 മാസക്കാലം കൂടിയുണ്ട് പാവക്കൂത്ത് ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ അമ്പലങ്ങളിൽ പാവക്കൂത്ത് കാണണമെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ വന്നോളൂ. പാലക്കാട്ടിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ പാവക്കൂത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മടിയും വേണ്ട, നേരെ പാവക്കൂത്ത് കാണാൻ വന്നോളൂ കേട്ടോ. അപ്പോൾ എന്ന് ഞാൻ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ പാവക്കൂത്ത് കലാകേന്ദ്രത്തിലേക്ക് മലപ്പുറത്ത് നിന്നുള്ള കുറച്ച് സ്കൂൾ കുട്ടികൾ പാവകളി കാണാൻ വേണ്ടി വന്നിരുന്നു. അവിടുത്തെ PTA-യും സ്കൂൾ അധ്യാപകരും ടീച്ചേഴ്സ്മാരും കുട്ടികളുടെ എല്ലാവരും പ്രത്യേക ആവശ്യപ്രകാരമാണ് നമ്മുടെ പാവക്കൂത്ത് കലാകേന്ദ്രത്തിലേക്ക് ഒരു പാവക്കൂത്ത് കാണാൻ വേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒട്ടനവധി പാവകളെ കണ്ടു. നമ്മുടെ പാവക്കൂത്തിൻ്റെ കലാകേന്ദ്രം കണ്ടു. പത്മശ്രീയോടൊപ്പം ഒരു 10 നേരം ചെലവഴിച്ചു. ആദ്യമായിട്ട് ഒരു പാവക്കൂത്ത് കണ്ട അനുഭവങ്ങൾ നമുക്ക് മുന്നിൽ പങ്കുവച്ചു കേട്ടോ. പിന്നെ കൂടാതെ നല്ല നല്ല പാവകളുടെ പിന്നാപ്പുറങ്ങൾ അവർ കളിപ്പിച്ച് നോക്കി. പിന്നെ കൂടാതെ പാവകളി എന്താണെന്നും അത് വ്യത്യസ്ത രീതിയിലുള്ള പാവകളെയൊക്കെ വളരെ നല്ല രീതിയിൽ അവർ ആസ്വദിക്കുകയും കാണുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ മീശമാധവനിലെ പാവകളെ കണ്ടു. ഒരു 10 വർഷം പഴക്കമുള്ള മാൻതോളിലെ പാവകളെ കണ്ട് അനുഭവിച്ചു. അവർ തന്നെ പാവകളൊക്കെ കളിപ്പിച്ച് നോക്കി. ആദ്യമായിട്ട് പാവക്കൂത്ത് കാണുമെന്ന് പറയുന്നു. നമുക്കൊരു സങ്കടം എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും പാവകളെ പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ട് ഇപ്പോഴും വേണ്ട രീതിയിലുള്ള പ്രചരണം നമുക്ക് ലഭിക്കുന്നില്ല. ഇനി എന്താണ്, എങ്ങനെയാണ് പാവകളിയെ നമ്മൾ പ്രചരിപ്പിക്കാൻ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി മറ്റുള്ള സംവിധാനത്തോടു കൂടി ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചനയൊക്കെ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് നല്ല ഹാപ്പി ആയിട്ടാണ് പോയത് കേട്ടോ. ഓക്കെ, കാണാം, ബൈ ബൈ.